ഒരു നടിയുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. 50% നിങ്ങൾക്ക് അവിടെയുള്ള ഏത് ബ്യൂട്ടീഷ്യൻ വർക്കും നടത്താം. എന്തിനിങ്ങനെ കള്ളം പറയണം? 1991. ഉത്തരം വളരെ തെറ്റാണ്. കൊടുക്കാം ആദ്യം. ഓക്കെ, കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടൊക്കെയാണ് പറയുന്നത്. ഓക്കെ, റെഡി. ഓക്കെ, മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു സ്ത്രീജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടിപ്പ് പറയുക. സ്വന്തം സൗന്ദര്യത്തിൽ വിശ്വസിക്കുക. സ്വന്തം സൗന്ദര്യത്തിൽ വിശ്വസിക്കുക. ഓക്കെ, മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ത്രെഡിങ് ചെയ്തു പോരാം. അതായത് ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഉണ്ട്. മഞ്ചേരിയിൽ പുതുതായിട്ട് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്. അതായത് മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ 50% നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്യൂട്ടി വർക്ക് അവിടെ പോയിട്ട് നടത്താം. ചോദ്യം ഇതാണ്, നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയിങ്ങിനും അതുപോലെ തന്നെ ഹെയറിൻ്റെ ഗ്രോത്തിനും ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിൻ, അതിൻ്റെ ഏറ്റവും നല്ല വളർച്ചയ്ക്കും സൗന്ദര്യത്തിനും ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് പറഞ്ഞോളൂ. അറിയില്ല. ഓക്കെ, കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടൊരു നടിയുടെ പേര്? സമന്ത. ഇഷ്ടപ്പെടാനുള്ള കാരണം? സമന്ത അഭിനയിച്ച സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടാമോ? ഓക്കെ, കുഴപ്പമില്ല. മിഠായിരുത്തോളൂ. 3 പേർക്കും ഒന്നുകിൽ ഫ്രീ ആയിട്ട് ത്രെഡിങ് നടത്താം, അല്ലെങ്കിൽ 50% നിങ്ങൾക്ക് അവിടെയുള്ള ഏത് ബ്യൂട്ടീഷ്യൻ വർക്കും നടത്താം. ഇഷ്ടപ്പെട്ടൊരു നടിയുടെ പേര് പറയും. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? കണ്ണ്, ഡാൻസ്, മുടിയെല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. കാവ്യമാധവൻ അഭിനയിച്ച സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടാമോ? ഇല്ല, പാടാമോ? ഇല്ല. എന്നാ ചോദ്യം ഇതാണ്. പാടുമോ? അഭിനയിച്ച സിനിമയിലെ പാട്ട് പാടുമോ? ഓക്കെ. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോയിങ്ങിനും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വൈറ്റമിൻ ഏതാണ്? ഏതാണ്? അതെ, ABCD മൊത്തം പറയുകയാണോ? ഓക്കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, വൈറ്റമിൻ പി, വൈറ്റമിൻ കെ. ഓക്കെ, എന്നാ ഒരു മിനിറ്റായിരുത്തോളൂ. അതായത് നിങ്ങൾക്ക് ഫ്രീ ത്രെഡിങ് വേണോ അതോ നിങ്ങൾക്ക് 50% നിങ്ങൾക്ക് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് എന്ത് ബ്യൂട്ടി വർക്കും ചെയ്യാം? ഏതാ വേണ്ടത്? 50% വേണോ അതോ ഫ്രീ ത്രെഡിങ് വേണോ? പോകാറില്ല. ഇതുവരെ പോയിട്ടില്ല. എന്തിനിങ്ങനെ കള്ളം പറയണം? എന്നാൽ ഫ്രീ ആയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകാൻ ഞാനൊരു അവസരം തരാം. അതായത് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഒന്നുകിൽ 50% ഓഫിൽ നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ത്രെഡിങ് ചെയ്യാം. അതായത് പൂക്കോട്ടൂർ റോട്ടിന്, അതായത് മഞ്ചേരിയിൽ നിന്ന് പൂക്കോട്ടൂരിലേക്ക് പോകുന്ന റോട്ടിൽ ഒരു പുതുതായിട്ടൊരു ബ്യൂട്ടി പാർലർ ആരംഭിച്ചിട്ടുണ്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ, ലോകസുന്ദരി പട്ടം നേടിയ ഐശ്വര്യ റായ് ഏത് വർഷത്തിലാണ് ആ പട്ടം നേടിയെടുത്തത്? ഓപ്ഷൻ തരാം. 1991, 1992, 1993, 1994. 1991. ഉത്തരം വളരെ തെറ്റാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട നടിയാരാ? ഐശ്വര്യയുടെ സിനിമയിൽ ഏതെങ്കിലും പാട്ട് പാടാൻ പറ്റുമോ? അറിയില്ല, പാട്ട് അറിയില്ല. കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ പാടിയിട്ടില്ല. എങ്കിലും ഒരു ഗിഫ്റ്റ് എടുക്കും. ഓക്കെ അല്ലേ? മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ക്വസ്റ്റ്യൻ ഇത്രയാണ്, അതായത് റീൽസുകളും ഷോർട്സുകളിലും ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന ഒരു വേർഡ് ഉണ്ട്, അതായത് ഗ്ലൂട്ടോതയോൺ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ ഗ്ലൂട്ടോതയോൺ? അടിപൊളി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ലാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീ ത്രെഡിങ് വേണോ അതോ 50% ഓഫിൽ എന്ത് ബ്യൂട്ടി വർക്ക് വേണമെങ്കിലും നടത്താം? ഏതാ വേണ്ടത്? 50%. റെഡിയാണോ? %50 ഓഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്യൂട്ടി വർക്ക് അവിടെ നിന്ന് നടത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ത്രെഡിങ്ങോ കാര്യങ്ങളോ ചെയ്യാം. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ നടന്ന കുംഭമേളയിൽ കണ്ണിൻ്റെ അഴക് കൊണ്ട് അല്ലെങ്കിൽ കണ്ണിൻ്റെ സൗന്ദര്യം കൊണ്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. ആരാണ്? മൊണാലിസ. കറക്റ്റ് ആൻസർ. ഓക്കെ, റെഡി. %ന്റെ ഓഫ് കാർഡ് വേണമെങ്കിൽ അത് വാങ്ങാം, അല്ലെങ്കിൽ ഫ്രീ ത്രെഡിങ്ങിന്റെ കാർഡ് വേണമെങ്കിൽ വാങ്ങാം. മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ തരുന്നത്. ഓക്കെ,
എത്രാം ക്ലാസ്സിലാണ്? മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ ആണ് നിങ്ങളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ പോയിട്ട് ഇഷ്ടമുള്ള വർക്ക് നിങ്ങൾക്ക് 50% ഓഫിൽ വേണമെങ്കിൽ ചെയ്യാം. ഏതും ചെയ്യാം കേട്ടോ. എത്ര രൂപേൻ്റെ 50% വേണമെങ്കിൽ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ത്രെഡിങ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. 1994 ലോക സൗന്ദര്യ പട്ടം നേടിയ ഒരു നടിയുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ആരാണ്? കറക്റ്റ് കറക്റ്റ്, അടിപൊളി അടിപൊളി. ഓക്കെ, നിങ്ങൾ ഒന്നുകിൽ ഫ്രീ ആയിട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്യൂട്ടി വർക്ക് അവിടെ നടത്താം 50% ഓഫിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. 1994 ലോക സുന്ദരി പട്ടം നേടിയ ഒരു സൗന്ദര്യ റാണി നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആരാണ്? ഇന്ദിരാഗാന്ധിയോ? ലോക സുന്ദരി പട്ടം നേടിയ ഒരു സൗന്ദര്യ റാണി നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു സിനിമാ നടിയാണ്. ഐശ്വര്യ റായ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, റെഡി. അപ്പം എന്നാൽ ഇതിന്ന് ഓരോരുത്തർ ഓരോ മിഠായി എടുത്തോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ്. ഒന്നുകിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവർത്തനം നടത്താം, അല്ലെങ്കിൽ 50% ഡിസ്കൗണ്ടിൽ പോയി നടത്താം. ഇവിടെ ഒരേ ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയണം. തയ്യാറാണോ? തയ്യാറാണോ? ഓക്കെ, എങ്കിൽ ഒരു ചാനലിലേക്ക് നോക്കി ഒരു യോ കൊടുക്കാം ആദ്യം. ഓക്കെ, നല്ല വൈബാണ്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ചോദ്യം ഇതാണ്. നമ്മുടെ ഈ അടുത്ത് നടന്ന കുംഭമേളയിൽ കണ്ണിന്റെ അഴക് കൊണ്ട് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്, ബോബി ചെമ്മണ്ണൂർ. ഈ അടുത്ത് നമ്മുടെ ജില്ലയിലെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുവരുന്നു. ഏതാണ് ആ ലേഡി? കറക്റ്റ് ആൻസർ. എല്ലാവർക്കും ഓരോ മിഠായി എടുക്കാം ആദ്യം. ഒറ്റൊന്ന്. ഓക്കെ, മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് ത്രെഡിങ് നടത്താം. അല്ല എന്നുണ്ടെങ്കിൽ 50% ഓഫറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്യൂട്ടി വർക്ക് നിങ്ങൾക്ക് ആ സ്ഥാപനം നടത്താം. റെഡിയാണോ? ഓക്കെ, ക്വസ്റ്റ്യൻ നേരിടുന്നത് തയ്യാറല്ലേ? ആദ്യം ചാനലിലേക്ക് നോക്കിയിട്ട് ഒരു യോ കൊടുക്കാം ആദ്യം. ഓക്കെ, റെഡി. മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ ഒന്ന് പറഞ്ഞു. മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ 1994 ഏറ്റവും നല്ല ലോക സുന്ദരിക്കുള്ള ഒരു അവാർഡ് നേടിയ ഒരു ഇന്ത്യൻ വനിതയുണ്ട്. ആ വനിതയുടെ പേരെന്താ? 1994 ലോക സുന്ദരിക്കുള്ള പട്ടം കിട്ടിയ ഒരു ഇന്ത്യനാണോ? ഒരു സിനിമ നടിയാണ്. പ്രിയങ്ക ചോപ്ര. കേട്ടില്ല? ഐശ്വര്യ റായ്. ഓക്കെ, ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ടീച്ചറുടെ പേരെന്ന് പറയും? റീന. ഓക്കെ, അപ്പോൾ ഐശ്വര്യ റായ് കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ മിഠായി എടുക്കുക ആദ്യം, ഓരോ മിഠായി. ഇനി നിങ്ങൾക്ക് 50% ഓഫറിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേക്കപ്പ് വർക്ക് നടത്തണോ അതോ ഫ്രീ ആയിട്ട് ത്രെഡിങ് നടത്തണോ? എല്ലാവർക്കും, നിങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും തരും. തീർച്ചയായിട്ടും. ഇവിടെ തന്നെ ഈ ടൗൺ ഹാളിന്റെ കുറച്ച് അപ്പുറത്ത് ഫ്രീ ആയിട്ട് ത്രെഡിങ് നടത്തണോ അതോ 50% ഓഫറിൽ പോകണം? ഓക്കെ, ആൻസർ പറഞ്ഞത് മിസ്സായിരുന്നു. അപ്പൊ മിസ്സിന് ഫ്രീ ആയിട്ട് ത്രെഡിങ് നടത്താനുള്ള കൊടുക്കാം. നിങ്ങൾക്ക് 50% ഇഷ്ടമുള്ള ഫേഷ്യൽ വർക്കോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, റെഡി. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങളോട്. കറക്റ്റ് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ മോബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ടൗൺ ഹാളിൻ്റെ അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്യൂട്ടി വർക്ക് ചെയ്യാം. അത് 50% ഓഫിൽ ചെയ്യാം. അതേപോലെ ഫ്രീ ആയിട്ട് ത്രെഡിങ് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, റെഡി. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലൗവിന് വേണ്ടിയിട്ട് ഏത് വിറ്റാമിനാണ് ഉപയോഗപ്പെടുന്നത്? കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടൊക്കെയാണ് പറയുന്നത്. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓരോ മിഠായി എടുക്കാം. ആദ്യം ഓരോന്ന് എടുക്കണം. ഓക്കെ, റെഡി. ഓക്കെ, റെഡി. ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ത്രെഡിങ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കേരളത്തിൽ നിന്ന് ലോകസുന്ദരി പട്ടം നേടിയ ഒരു മലയാളി വനിതയുണ്ട്. അതായത് ലോകസുന്ദരി പട്ടം നേടിയ മലയാളി. പറഞ്ഞോളൂ, പ്രശ്നമില്ല. ലോകസുന്ദരി പട്ടം നേടിയ മലയാളി. ഓക്കെ, 1994 എന്നാ പട്ടം വേണ്ട. ഓക്കെ, ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്കിൻ ഗ്ലൗവിനൊക്കെ വേണ്ടിയിട്ട് ഏത് വിറ്റാമിനാണ് ഉപയോഗപ്പെടുന്നത്? ഓക്കെ, വിറ്റാമിൻ സി. കറക്റ്റ് ആൻസർ. ഓക്കെ,
എന്നാ 3 പേര് വരെ മിഠായി എടുത്തോ. മിഠായി എടുക്കുക. കാർഡ് കൊണ്ടുവരരുത്. മിഠായി എടുക്കുക. ഒന്ന് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ത്രെഡിങ് ചെയ്യണം. 50% ഓഫിൽ എന്തെങ്കിലും ഓക്കെ 50% ഓഫിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം. ഒരൊറ്റ ചോദ്യം ലേഡീസിനുള്ളതാണ് കേട്ടോ. ഓക്കെ, ഒറ്റ ചോദ്യം. അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ചെന്നിട്ട് 50% ഓഫിൽ നിങ്ങൾക്ക് എന്ത് ബ്യൂട്ടി വർക്ക് നടത്താം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ത്രെഡിങ് നടത്താം. മലയാളിയായിട്ടുള്ള ഒരു ലോകസുന്ദരി പട്ടം നേടിയ വനിത ആരാണ്? ആ മലയാളിയായിട്ടുള്ളത് ലോകസുന്ദരി പട്ടം ആരാണ്? പാർവതി ഓമനക്കുട്ടൻ. കിട്ടിയോ? അപ്പോ ചേച്ചി അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് ഉറപ്പായിട്ടും ഒരു സമ്മാനമുണ്ട്. ഇനി വേറൊരു ചോദ്യമാണെങ്കിൽ ഞാൻ ചോദിക്കാം നിങ്ങൾക്ക്. 1994 ഒരു സിനിമാ നടിക്ക് ലോകസുന്ദരി പട്ടം നേരിട്ടുണ്ട്. ആരാണ്? ഓക്കെ, കറക്റ്റ്. അടിപൊളി ആൻസർ. ഓക്കെ, മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു അടിപൊളി പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. അടിപൊളി പാട്ട് പാടാണ്. നിങ്ങൾ ഈ നിൽക്കുന്ന എല്ലാവർക്കും, ടീച്ചേഴ്സിന് എല്ലാവർക്കും ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് വരും. ഏതെങ്കിലും ഒരു പാട്ട് ഒരുമിച്ച് പാടാം. വരും. റെഡി കിട്ടുന്നില്ലേ? ഓക്കെ. ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, റെഡി? ഏറ്റവും നല്ല ഒരു ടിപ്പ്, മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്പ്, നല്ലൊരു ആങ്കറെ പോലെ ഇവിടെ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആങ്കറിനെ പോലെ നിന്ന് പറയണം. അതായത് നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ഒരു ആങ്കറിനെ പോലെ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ നിൽക്കുന്ന 5 പേർക്കും എന്ത് ചെയ്യാം? ബ്യൂട്ടി പാർലർ ഫ്രീ ആയിട്ട് പോകാം. ഓക്കെ, 5 പേര് ഒരു ആങ്കറിനെ പോലെ നിന്ന് പറയണം. ഒരു ബ്യൂട്ടി ടിപ്പ് പറയുക, ഒരു ആങ്കറിനെ പോലെ, ക്യാമറ നോക്കിയിട്ട് ഒരു ആങ്കറിനെ പോലെ. മോബി ബ്യൂട്ടി ബ്രൈഡൽ സ്റ്റുഡിയോയുടെ ഭാഗമായി ഇതാ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു തരുന്നതിന് വേണ്ടി ആരാണ് വരുന്നത്? ഷിഫ്ന വരുന്നു. ഓക്കെ, ഷിഫ്ന പറയും. റെഡി, പറഞ്ഞോളൂ. ക്യാമറ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്പ് എന്ത് ഒരു ബ്യൂട്ടി ടിപ്പ് പറയും. എന്തെങ്കിലും നമ്മള് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം കഴുകുക, അത്ര സ്കിന്ന് നല്ലോണം കെയർ ചെയ്ത് കൊണ്ടെടുക്കുക. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, പുറത്ത് റൈസ് പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ആങ്കറിംഗ് മോബി ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ ഒക്കെ നൽകിയത് കൊണ്ട് അവർക്ക് ഒരു 50% ഓഫോ അല്ലെങ്കിൽ എയർ ത്രെഡിങ് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ് കാർഡ് തരാം. ഓക്കെ, റെഡി.